അവസാനമായി അവന്റെ മുഖം പോലും എന്നെ നീ ഒന്ന് കാണിച്ചില്ലല്ലോ. ഇത്രയും ദുഷ്ടയാവാൻ നിനക്ക് എങ്ങനെ പറ്റിയടെ? ഇനി നീ എത്ര ജന്മം ജനിച്ച് മരിച്ചാലും ഈ അമ്മയുടെ ശവം നിന്നെ വിട്ടു പോലടി. ശാലിനി, ഈ സർക്കസ് കൂടാരത്തിലെ കോമാളി വേഷക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ പൊക്കക്കുറവിൽ അവരെല്ലാവരും സങ്കടപ്പെടുന്നവരാ. പക്ഷേ അവരതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. എന്താ കാരണം? ഉള്ളിലെ സങ്കടം പുറത്ത് കാണിച്ച് എന്തിനാണ് മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്തുന്നതെന്ന് അവര് സ്വയം വിചാരിക്കുന്നുണ്ടാവും. തൻ്റെ ഇരിപ്പ് കണ്ടിട്ട് കുട്ടികളടക്കം എല്ലാവർക്കും സങ്കടമുണ്ട്. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും. ഞാൻ എങ്ങനെയാ ശിവ സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ഷാരിയേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ? എന്നിട്ട് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയോ? പിന്നെ സത്യാമ്മയുടെ മുന്നിൽ ഞാനിപ്പോ കള്ളിയാ. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്ന കള്ളി. എല്ലാ സത്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നത് എന്താന്ന് പറയാനാവാതെ ജീവനില്ലാതെ ജീവിച്ചിരിക്കുന്ന എനിക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റാ? എല്ലാം ഞാൻ സഹിക്കും. എന്നെ ഒരാളും മനസ്സിലാക്കുന്നില്ലല്ലോ ഓർത്ത എന്റെ സങ്കടം. അത് ശാലിനിയുടെ വെറും തോന്നലാ. ശാലിനിയെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാള് ഞാനാ. പിന്നെ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന എണ്ണപ്പെട്ട 2-3 പേര് മതിയിടൂ നമ്മുടെ നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ. താൻ ധൈര്യമായിട്ടിരിക്കുക. ധൈര്യമായിട്ട്. ശിവനങ്കിളെ, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട്. അതിനെന്താ, നമുക്ക് ജീപ്പ് അടുത്തെവിടെയെങ്കിലും ഒരു ഐസ്ക്രീം കടയ്ക്ക് മുന്നിൽ നിർത്താം. ഐസ്ക്രീം ഒന്നും ഇപ്പൊ കഴിക്കണ്ട. അമ്മയ്ക്ക് എന്താ ശിവനങ്കിളല്ലേ വാങ്ങി തരുന്നേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? കുട്ടികൾ ആഗ്രഹിച്ചല്ല ശാലിനി. അവരുടെ ആഗ്രഹം കൂടെയുള്ള നമ്മളോടല്ലാതെ പിന്നെ ആരോട് പറയാനാ ശാലിനി? ആ, ഇറങ്ങിക്കോ. ആ, അതാ നമ്മുടെ ഐസ്ക്രീം കട. ആ, മക്കള് വാ. ഇവിടെ ഇരുന്നോട്ടോ. ആ ആ, മക്കളെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഐസ്ക്രീം മതി. സെയിം, എനിക്ക് ഐസ്ക്രീം മതി. എന്ന് ചേട്ടാ, 2 ഐസ്ക്രീം. കൊറേ നാളായല്ലേ സത്യം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ട്. പിന്നെ അങ്കിളെ, അമ്മ വരുന്നില്ലേ? അമ്മ വരുമെന്ന് തോന്നുന്നില്ല മോളെ.